തലസ്ഥാനത്ത് ജലയുദ്ധം. വാഗ്ദാനങ്ങൾ ലംഘിച്ച് ഭരണസമിതി. തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷത്തിന്റെ വൻ പ്രതിഷേധം. വാട്ടർ അതോറിറ്റിയെ പഴിചാരി തടിയൂരാനാണ് കോർപ്പറേഷൻ മേയർ ശ്രമിക്കുന്നതെന്ന് LDF ആരോപിച്ചു. ട്രിവാൻഡ്രത്തുള്ള ഒരു നഗരസഭയാണ്. നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ നഗരസഭയ്ക്കകത്ത് ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടത്. ഇത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിച്ച വിമൻസ് റിസർവേഷൻ ബില്ല് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയുടെ പാർലമെന്റ് ആ ബില്ല് തള്ളിക്കളഞ്ഞ ബില്ലാണ്. അന്ന് പറയുക, ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നഗരസഭാ കൗൺസിലിനകത്ത് ഇതുപോലുള്ള ഒരു ബില്ലിനെ സംബന്ധിച്ച് തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ ഈ നഗരത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അജണ്ട എന്ന് പറയുന്ന അജണ്ടയിൽ കാര്യമായി ഒന്നുമില്ല. പറയട്ടെ, പ്രാമുഖ്യം കൊടുക്ക്. ബഹുമാനപ്പെട്ട മേയർ വന്ന് ഒരു കുടിവെള്ള പ്രശ്നത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മേയർ അനുവാദം നൽകിയത് തന്നെ ഞാൻ അംഗീകരിക്കുക. വളരെ രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ട ഒരു പ്രശ്നമാണ് നമ്മുടെ നഗരത്തിലെ കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത്. ആരെങ്കിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് കുറ്റം ആരോപിച്ചിട്ട് കാര്യമില്ല. അത് ബഹുമാനപ്പെട്ട മേയർ ആദ്യം മനസ്സിലാക്കണമെന്നുള്ളതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മേയർ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്താനായിട്ട്. വാട്ടർ അതോറിറ്റിയിലേക്കാണ് ബില്ലടയ്ക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത് എന്തിനാ നിങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്ക് ചോദിക്കും? ഞാൻ പറയുന്നത് ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്താൽ ചർച്ച എന്റെ ഫോണിനകത്തുണ്ട്, വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ വിഷയം സംബന്ധിച്ചുള്ള ചർച്ച. ഇത് ജനങ്ങളെ ബാധിക്കുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന കുടിവെള്ളം കിട്ടുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ചർച്ച ചെയ്യാൻ അനുവദിക്കുക. കോർപ്പറേഷന്റെ അധികാരം ഈ പറയുന്ന കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇല്ലാന്ന് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇവിടുത്തെ നഗരവാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. അതാദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. കോർപ്പറേഷന്റെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ പറയുന്ന നാട്ടിൽ വെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്കാണെന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ലേ? എന്നാൽ കഴിഞ്ഞ LDF ഭരണകാലത്ത് ഇതേ ജലക്ഷാമം ഉന്നയിച്ച് നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധ കടൽ തീർത്ത BJP കൗൺസിലർമാർ ഇന്ന് അധികാരം കയ്യിലിരിക്കെ മറുപടി പറയാനാകാതെ പതറുകയാണ്. ബഹുമാനപ്പെട്ട മേയറായിട്ട് ചാർജ് എടുത്ത് 26 ഡിസംബർ, അതിനുശേഷം ഏകദേശം 4 മാസം കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ ആളുകൾക്ക് അങ്ങയുടെ ഒരു മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ പ്രജകൾ, നിങ്ങൾ രാജാക്കന്മാരാണല്ലോ, നിങ്ങൾ തിരുവനന്തപുരത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ കോർപ്പറേഷൻ ഭരണം ഒരു വലിയ തകർച്ചയാണെന്ന് വീണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം കുടിവെള്ളത്തിന്റെ വിഷയമാണ്. ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പണ്ട് സമരം ചെയ്തത്, നിങ്ങൾ ഭരിക്കാൻ വന്നപ്പോൾ നൽകിയ ഉറപ്പെന്താണ്? നിങ്ങൾ ഭരിക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എയിംസ് വേണ്ട, നമുക്ക് നിങ്ങൾ പറയുന്ന ഇവിടെ ഒളിമ്പിക്സ് വേണ്ട. മിനിമം ഈ പൈപ്പ് തുറക്കുമ്പോൾ ഗ്യാസിന്റെ സൗണ്ടിന് പകരം 2 ദാഹജനം ഇവിടുത്തെ അങ്ങനെ പറയുന്ന പോലെ 14 കഴിഞ്ഞ 4 മാസമായിട്ട് ശബരിമല ഇവിടെ മരിച്ചതിന് ശേഷം ഇവിടെ വെള്ളവുമില്ല. അതൊക്കെ പറയാനുള്ളത് അല്ലല്ല, ഒരു കാര്യം പറയട്ടെ, അവരൊക്കെ പറയാനുള്ള പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പറയൂ. വിഷയം ഗൗരവമായി അവതരിപ്പിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി നേതാവ് ദീപക് SPയെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഭരണപക്ഷം തടസ്സപ്പെടുത്തി.
ജനപ്രതിനിധികളുടെ വായടപ്പിക്കാനുള്ള ഭരണപക്ഷത്തിന്റെ ഈ അസഹിഷ്ണുത സഭയിൽ വലിയ വാഗ്വാദങ്ങൾക്ക് വഴിവെച്ചു. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഭരണസമിതി ഭയപ്പെടുകയാണെന്ന ആരോപണം ഇതോടെ ശക്തമായി. ഭരണസമിതിയുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് LDFും UDFും കൗൺസിൽ ബഹിഷ്കരിച്ചു. LDF അംഗങ്ങൾ കോർപ്പറേഷൻ കവാടത്തിന് മുന്നിലും UDF അംഗങ്ങൾ മേയറുടെ ഹാളിലുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം മാറുന്നേ, ആർക്ക് വേണ്ടി ഭരിക്കുന്നു, വേണ്ടി ഭരിക്കുന്നു, അയ്യയ്യേ മാനക്കേട്, വേണ്ടി ആർക്ക് വേണ്ടി, എവിടെ കുടിവെള്ളം, നാടിനെ തുളച്ചടിക്കുക, BJP ഭരണം തുലയട്ടെ, ഭരണം തുലയട്ടെ, താത്ത തെരുവുളക്കുകൾ, ഈ നഗരഭരണം നാടിന് ശാപം, നഗരത്തിന്റെ മുക്കും മൂലയും, LDFന്റെ നേതാവ് സംസാരിച്ചപ്പോൾ ആ ശബ്ദത്തെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനം സംഘടിപ്പിച്ച ആളുകളാണ് ഈ BJPയുടെയും UDFന്റെയും കൗൺസിലർമാരെന്നുള്ള തിരിച്ചറിവും ഈ അവസരത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ LDF തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം ആ നടപടികളിലേക്ക് പോകുന്നതിന് പകരം കോർപ്പറേഷൻ മേയർ ചെയ്യുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് തടി തപ്പുന്ന രൂപത്തിലേക്കുള്ള നടപടികൾ. നാട്ടിലെ വെള്ളം പ്രശ്നം രൂക്ഷമാകുമ്പോഴത്തേക്ക് ഇവിടെ മേയർ ചോദിക്കുന്നത് നിങ്ങൾ ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റിയിലല്ലേ, എങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പോയി ചോദിക്കണമെന്ന് പറയുന്ന ഒരു മേയറെ ഈ നഗരസഭയുടെ ചരിത്രത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് ഭരണത്തിന്റെ തണലിൽ ജനങ്ങളെ വിസ്മരിക്കുന്ന BJPക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് LDFന്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ദൃശ്യം ന്യൂസ്. Corporation of Thiruvananthapuram. Drishyam News.